പ്രതീക്ഷയോടെയാണ് നടൻ സുരേഷ് ഗോപി ബി.ജെ.പി. നേതാവ് തൃശ്ശൂരിലേക്ക് വണ്ടി കയറിയത്. ഇപ്പോഴൊന്നല്ല, കുറേ നാളുകളായി അദ്ദേഹം തൃശ്ശൂർ തന്നെയുണ്ട്. പക്ഷേ അദ്ദേഹം തൃശ്ശൂരിൽ സ്ഥിരതാമസമാക്കിയില്ല. ഒരു വീടൊക്കെ വാങ്ങി അവിടെ സ്ഥിരതാമസം ആക്കേണ്ട ആളായിരുന്നു സുരേഷ് ഗോപി. കാരണം തൃശ്ശൂരിനെ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയതാണ്. പക്ഷെ അദ്ദേഹത്തിന് അറിയാം, എടുക്കും എന്നൊക്കെ പറയാമെന്നല്ലാതെ തൃശ്ശൂരിലെ ജനങ്ങൾ തൃശ്ശൂരിനെ സുരേഷ് ഗോപിക്ക് നൽകില്ല എന്ന്. അത് മനസ്സിലാക്കി തന്നെയാണ് അദ്ദേഹം അവിടെ ഒരു സ്ഥിരതാമസം ആക്കാതിരുന്നത്. തിരുവനന്തപുരത്ത് തന്നെയാണ് സ്ഥിരതാമസം. ഇടയ്ക്കിടയ്ക്ക് തൃശ്ശൂരിലേക്ക് വണ്ടി കയറും എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഈ അടുത്ത കാലത്ത് വീണ്ടും വണ്ടി കയറി തൃശ്ശൂരിൽ അദ്ദേഹം താമസമാക്കി. എന്തിനേറെ പറയുന്നു, മകളുടെ വിവാഹം തിരുവനന്തപുരത്താണ് നടത്തേണ്ടത്. ആ വിവാഹം തൃശ്ശൂരിലേക്ക് മാറ്റി, ഗുരുവായൂരിലേക്ക് മാറ്റി. എന്തിനേറെ പറയുന്നു, തിരുവനന്തപുരത്ത് ലൂർദ് മാതാപ്പള്ളി ഒരുപാടുണ്ട്. എന്നാൽ അദ്ദേഹം തൃശ്ശൂരിലെ ലൂർദ് മാതാപ്പള്ളിയിലെ ലൂർദ് മാതാവിനാണ് സ്വർണ്ണ കിരീടം നൽകിയത്. ഇതെല്ലാം അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരേ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്ന് തൃശ്ശൂരിലെ ബുദ്ധിയുള്ള ജനങ്ങൾക്ക് അറിയാം. തൃശ്ശൂർ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ്. അവിടെയുള്ള ജനങ്ങളെ അങ്ങനെ വളരെ വേഗം തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ വോട്ട് കൈക്കലാക്കാം എന്നൊന്നും ധരിക്കേണ്ടതില്ല. അത്തരമൊരു മൂഢവിശ്വാസത്തിലാണ് നമ്മുടെ സുരേഷ് ഗോപി ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തൊട്ടതെല്ലാം പാളിപ്പോവുകയും ചെയ്യുന്നത്. ആദ്യം അദ്ദേഹത്തിൻ്റെ നീക്കം നരേന്ദ്രമോദിയെ കൊണ്ടുവരികയും നരേന്ദ്രമോദിയോടൊപ്പം റോഡ് ഷോ നടത്തുകയും, നരേന്ദ്രമോദി വന്നാൽ തൃശ്ശൂർ ആകെ ഒന്ന് ഇളകി മറിയും. ആ ഇളകി മറിയിൽ ഒരു വോട്ടാക്കി മാറ്റാം എന്നാണ് സുരേഷ് ഗോപി കരുതിയത്. എന്നാൽ അത് അത്ര കണ്ട് ഏശിയില്ല എന്നാണ് അറിയുന്നത്. ആദ്യം നരേന്ദ്രമോദി വന്നു, സ്ത്രീകളുടെ സമ്മേളനമായിരുന്നു, നാരീശക്തി വിളംബരം ചെയ്യുന്ന സമ്മേളനം. ആ സമ്മേളനത്തിന് മുന്നോടിയായി നടത്തിയ റോഡ് ഷോ, ആ റോഡ് ഷോയിൽ വാഹനത്തിൽ സുരേഷ് ഗോപി ഉണ്ടായിരുന്നു തൊഴുകൈകളോടെ. അതിനുശേഷമാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടക്കുന്നത് ഗുരുവായൂർ അമ്പലത്തിൽ. അന്ന് നരേന്ദ്രമോദി വന്നു. സുരേഷ് ഗോപി പോലും ഞെട്ടി എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന്. പക്ഷേ വിവാഹത്തിൽ പങ്കെടുക്കാൻ നരേന്ദ്രമോദി വന്നു. ആ വിവാഹത്തെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ കഴിയുമോ എന്ന ഒരു വികല ചിന്തയും ഉണ്ടായി സുരേഷ് ഗോപിക്ക്. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ലൂർദ് പള്ളിയിൽ സ്വർണ്ണക്കിരീടം നൽകിയത്. അത് ചെമ്പ് കിരീടമാണ് എന്ന് പിന്നീട് അറിയുകയും അപ്പോൾ തന്നെ ലൂർദ് മാതാവ് ആ കിരീടം തിരസ്കരിക്കുകയും ചെയ്തിരുന്നു. കാരണം താഴെ വീണ് പൊട്ടിയതുമൊക്കെ നാം കണ്ടതാണ്. വിശ്വാസികൾക്ക് ചില കാര്യങ്ങളൊക്കെ അന്ന് തന്നെ മനസ്സിലായി എന്നാണ് തൃശ്ശൂരിൽ നിന്നുള്ള വാർത്തകൾ അറിഞ്ഞത്. ഏതായാലും ആ കിരീടം ചെമ്പ് കിരീടമാണ് എന്ന് ഏതാണ്ട് ഇപ്പോൾ ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോഴാണ് സുരേഷ് ഗോപി പുതിയ ഓഫർ വെക്കുന്നത് ലൂർദ് മാതാവിന്. ജയിച്ചാൽ 10 ലക്ഷം രൂപയുടെ സ്വർണ്ണമാണ് ലൂർദ് മാതാവിന് ഓഫർ ചെയ്തിരിക്കുന്നത് സുരേഷ് ഗോപി എന്നതും വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. ഇതെല്ലാം കാണിക്കുന്നത് സുരേഷ് ഗോപി തൊട്ടതെല്ലാം പാളുന്നു എന്നതാണ്. ഏറ്റവും ഒടുവിലാണ് അദ്ദേഹം കലാമണ്ഡലം ഗോപി ആശാനെ പിടിച്ച് ഒരു കളി കളിക്കാൻ തീരുമാനിച്ചത്. ഗോപി ആശാനെ വിളിച്ചു പറഞ്ഞു, ഒന്ന് അനുഗ്രഹിക്കണം, അനുഗ്രഹിച്ചാൽ പത്മഭൂഷൺ തരാം എന്ന്. ഗോപി ആശാൻ പറഞ്ഞു, അങ്ങനെ പത്മഭൂഷൺ വരണ്ട, ഇങ്ങോട്ട് കയറി വരേണ്ടതില്ല എന്ന്. എൻ്റെ വോട്ട് സുരേഷ് ഗോപിക്കില്ല, സൗഹാർദ്ദമൊക്കെയുണ്ട്. എൻ്റെ വോട്ട് ആലത്തൂരിലാണ്, ആ വോട്ട് കെ രാധാകൃഷ്ണനാണ്, ഞാൻ ഇടതുപക്ഷമാണ്. തൃശ്ശൂരിൽ ജയിക്കേണ്ടത് സുനിൽകുമാറാണ്, സുനിൽകുമാർ ജയിക്കണമെന്നാണ് ആഗ്രഹമെന്ന് പരസ്യമായി പറഞ്ഞ് സുരേഷ് ഗോപിയുടെ ഓഫർ നിഷ്കരുണം തള്ളിക്കളഞ്ഞു ഗോപി ആശാൻ. ഏതായാലും അതോടുകൂടി അതും തീർന്നതാണ്. പക്ഷേ സംഭവ വിവാദമായി ചർച്ചയായപ്പോൾ ഗോപി ആശാൻ പറഞ്ഞു, വന്നോളൂ, എന്നെ വന്ന് കാണുന്നതിൽ യാതൊരു തെറ്റുമില്ല, എനിക്ക് നേരത്തെ വലിയ സൗഹൃദമുണ്ട്, സുരേഷ് ഗോപിയോട് കാണുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെയും ആ പടി കയറാൻ സുരേഷ് ഗോപിക്ക് ധൈര്യം വന്നിട്ടില്ല. ഇതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കളികൾ കളിക്കുന്നത് എന്തിനാണ്? വാർത്തയിൽ ഇങ്ങനെ എല്ലാ സമയത്തും നിറഞ്ഞു നിൽക്കണം. അത് ഒരു PR സ്ട്രാറ്റജിയാണ്. എല്ലാ സമയത്തും വാർത്തകളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക, തൃശ്ശൂരിൽ ഞാനുണ്ട് എന്ന് തൃശ്ശൂരിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക, ഇതിനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ എല്ലാം അവസാന റിസൾട്ട് എന്നത് സുരേഷ് ഗോപിക്ക് എതിരായി വരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. സുരേഷ് ഗോപി അവിടെ ഒരു കോമാളിയായി മാറുന്നു എന്ന് അവിടുത്തെ വോട്ടർമാർ തന്നെ പറയുന്നു. നേരത്തെ സുരേഷ് ഗോപിയോട് ആഭിമുഖ്യം ഉണ്ടായിരുന്നവർ പോലും ഇപ്പോൾ മെല്ലെ മെല്ലെ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യും എന്ന് തുറന്നു പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ഇതിനപ്പുറം മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, BJPയുടെ സാധാരണ പ്രവർത്തകർ ഒരിക്കലും സുരേഷ് ഗോപിയോടൊപ്പം നിൽക്കുന്നില്ല എന്നതാണ്. കാരണം അവർക്ക് അവരുടെ ഒരു നേതാവിനെ സ്ഥാനാർത്ഥിയാക്കണം എന്നാണ് ആഗ്രഹം. കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥികളോട് ഒരു തരത്തിലും യോജിച്ചു പോകേണ്ടതില്ല എന്നും അത് BJP പ്രവർത്തകർ വലിയ തോതിൽ അസംതൃപ്തി ഉണ്ടാക്കുന്നുണ്ട് എന്നും വിളിച്ചു പറഞ്ഞത് മറ്റാരുമല്ല, കേരളത്തിലെ BJPയുടെ മുതിർന്ന നേതാവായ CK പത്മനാഭനാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ BJPയിലെ സാധാരണ പ്രവർത്തകന്റെ വാക്കുകളാണ്. അതാണ് അദ്ദേഹത്തിലൂടെ പുറത്തു വന്നത് എന്ന് ഒരു സാധാരണ BJP പ്രവർത്തകനോട്, ഒരു നേതാവിനോട് സംസാരിച്ചാൽ അവർ ആദ്യം പറയുന്നതും അതുതന്നെയാണ്. ഈ കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് എതിരെയുള്ള വികാരം
അവരുടെ മനസ്സിലുണ്ട് എന്നത് തന്നെയാണ്. ഏറ്റവും ഒടുവിലാണ് സുരേഷ് ഗോപിക്ക് കിട്ടിയ അടി. അത് മറ്റൊന്നുമല്ല, പള്ളിയിലേക്ക് വോട്ട് ചോദിച്ചു കൊണ്ടുപോകുന്നു, അരമനയിലേക്ക് വോട്ട് ചോദിച്ചു കൊണ്ടുപോകുന്നു. അരമനയിൽ വൈദികൻ അദ്ദേഹത്തോട് സംസാരിക്കുന്നു. നിങ്ങൾ മണിപ്പൂർ കാണുന്നില്ലേ എന്ന് ചോദിക്കുന്നു. നേരത്തെയാണ് സുരേഷ് ഗോപി പറഞ്ഞത് മണിപ്പൂരിലെ പ്രശ്നങ്ങളൊക്കെ ആണുങ്ങൾ പരിഹരിക്കും എന്ന്. ആരാണ് ആ ആണ്? അത് സുരേഷ് ഗോപി ഉദ്ദേശിച്ച ആള് നരേന്ദ്രമോദിയായിരുന്നു. നരേന്ദ്രമോദി മണിപ്പൂരിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്ന് എല്ലാവർക്കും അറിയാം. ആ ചോദ്യം വൈദികൻ ചോദിക്കുകയാണ് പരസ്യമായി തന്നെ സുരേഷ് ഗോപിയോട്. സുരേഷ് ഗോപിക്ക് കാര്യങ്ങൾ മനസ്സിലായി അത്ര പന്തിയല്ല എന്ന്. അങ്ങനെ വൈദികനെ മാറ്റി നിർത്തി സംസാരിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. അവസാനം അവിടെ നിന്ന് ഇറങ്ങി ഓടേണ്ടി വന്നു സുരേഷ് ഗോപിക്ക് എന്നത് ദൃശ്യങ്ങളിൽ നാം കണ്ടതാണ്. എന്ന് വെച്ചാൽ സുരേഷ് ഗോപിയുടെ ഒരു കളികളും തൃശ്ശൂരിൽ ഏശുന്നില്ല. ഓരോ ദിവസവും ഓരോ കളികൾ കളിക്കുകയാണ്, എല്ലാം പാളുകയാണ്, എല്ലാ നീക്കങ്ങളും പാളുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് സുരേഷ് ഗോപി തൃശ്ശൂരിലെത്തി തൃശ്ശൂർ എടുക്കാമെന്ന അദ്ദേഹത്തിൻ്റെ മോഹം ഇനിയും ഒരു വ്യാമോഹമായി തന്നെ തുടരും എന്നാണ് തൃശ്ശൂരിലെ ജനങ്ങൾ പറയുന്നത്. തൃശ്ശൂരിൽ നിന്ന് വരുന്ന വാർത്തകളും അതുതന്നെയാണ്.